ഹായ് ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്ന റൈവൽസ് ആണ്. റൈവൽസിൻ്റെ പാർട്ട് 3 ആണ് ഗൈസ്. ഇപ്പം എനിക്ക് 5 മിനിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. ഞാൻ 114 ലെവലുള്ള ഒരു പ്ലെയറിനെ നമ്മൾ അടിച്ചു വിട്ടു ഗൈസ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം വെപ്പൺസൊക്കെ ഏതാ ഉള്ളതെന്ന് ഞാൻ കാണിക്കാം. ഒരു മാച്ച് വെക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ല എനിക്ക് അറിയാം, എന്നാലും ഗൈസ് ഇത് 264 ലെവൽ ഗൈസ്. നമുക്ക് ചെറിയ ആൾ മതി ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ വിൻ സ്ട്രീക്ക് എല്ലാം പോകും. നമുക്ക് ചെറിയ അവൻ്റെ ഒക്കെ വിൻ സ്ട്രീക്ക് ഉണ്ടോ 6. പക്ഷെ എനിക്ക് 6 ഉണ്ടായിരുന്നു. പക്ഷേ ഒരുത്തരാണെങ്കിൽ എന്നെ ഒരു ഹാക്കർ വന്നിട്ട് എന്നെ കൊന്നു. അപ്പോഴത്തേക്ക് 6 വിൻ സ്ട്രീക്കും പോയി. അത് റെക്കോർഡും ചെയ്തില്ല. ശരി, നമുക്ക് 2v2 എടുക്കാം. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ചാലഞ്ച് 3 വിൻ സ്ട്രീക്കും കൂടെ എടുക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ 5 വിൻ സ്ട്രീക്ക് കളയാതെ 3 വിൻ സ്ട്രീക്ക് എടുക്കുക. അപ്പം ഇത് ലോങ് വീഡിയോ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഇപ്പം കാണിക്കാം. പക്ഷേ എൻ്റെ ഒരു അസോൾട്ട് റൈഫിളുണ്ട്, പിന്നെ ഒരു ബോയുണ്ട്, പിന്നെ നമ്മളൊരു ക്രോസ് ബോ മേടിച്ചായിരുന്നു, അത് കഴിഞ്ഞ വീഡിയോക്കകത്തുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു RPG മേടിച്ചു. പിന്നെ ഒരു ഷോട്ട് ഗൺ നമ്മുടെ നേരത്തെ ഉള്ളതായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്പ്രേ ആണ്. എനിക്കിപ്പോൾ ഹാൻഡ് ഗൺ ഉപയോഗിക്കുന്നില്ല, ഞാൻ സ്പ്രേ പുറത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെയിൻസോ നമ്മൾ മേടിച്ചു, അതും വീഡിയോയ്ക്കകത്തുണ്ട്. പിന്നെ ഈ സ്മോക്ക് ഗ്രനേഡ് ഇതും നമ്മൾ മേടിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് 2v2 കളിക്കാം ഗൈസ്. റോബക്സാണ് ഗൈസ്. നമുക്ക് റോബക്കൊന്നുമില്ല. റോബക്സൊക്കെ വലിയ ആൾക്കാർ. ഇത് 1v1 ഇവിടെ അല്ലേ? ഓക്കെ, സാരി ഇങ്ങോട്ട് വരുന്നില്ല. ചെറിയ പ്ലേസ്. ഇവൻ വരുവാണ്, അടിപൊളിയായിരുന്നു. ലെവൽ 1. അയ്യോ, ഇവനല്ല 144 ലെവൽ. ഇവൻ വേണം. നമുക്ക് ഇവനെ 1v1 നിൽക്കാം. ആക്കിയിട്ടുണ്ട്. ഇവനൊന്ന് വരുമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യും. ഈ സംഭവം വരുവാണോ അടിപൊളിയായിരിക്കും. നമുക്ക് 1v1. ഓക്കെ, എല്ലായിടത്തും നിന്ന് ഇട്ടിട്ടുണ്ട്. എവിടെ പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് വേണ്ട. അവൻ 12 ലെവലേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു 83 ലെവലുള്ളതിനെയും ഞാൻ അടിച്ചു വിട്ടായിരുന്നു ഗൈസ്. പക്ഷെ അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തില്ല ഗൈസ്. ഇപ്പം ഇപ്പോഴത്തെ പ്ലീസ് സ്കിൻ കേസ് അതാണ് തോന്നുന്നത്. പ്ലീസ് സ്കിൻ കേസ് 2 എന്നൊക്കെ പറയുന്നുണ്ട്. സ്പീവും പറയട്ടെ. അവൻ 54 ലെവലാണ്, നമ്മൾ 50 ലെവലും. നമ്മുടെ വിൻ സ്ട്രീക്ക് പോവാണ് പോട്ടെ ഗൈസ്. എന്തായാലും നമ്മൾ അടിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും തീർക്കാം. നമുക്ക് പരമാവധി അത് നമുക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്. നമുക്ക് സ്പ്രേ ഇത് നോക്കാം. എന്തായാലും നമ്മൾ അവൻ ലീവ് അടിച്ചു. നമുക്കൊരു വിൻ സ്ട്രീക്ക് കിട്ടി. അവൻ ലീവ് അടിച്ചു ഗൈസ്. നമുക്ക് 7 വിൻ സ്ട്രീക്ക് കിട്ടി ഗൈസ്. ഇതും കൂട്ടും ഗൈസ്. ഇത് കൂട്ടണേ. പക്ഷേ നമുക്ക് ചിലപ്പോൾ വിൻ സ്ട്രീക്ക് കിട്ടത്തില്ല ഗൈസ്, ഇൻവാലിഡാ. ഓക്കെ, അത് കിട്ടിയില്ല. അവൻ്റെ നെറ്റ് പോയത്. ഇവന്നെ ഗൈസ് 57 വേണ്ട. ചെറിയ ആൾ മതി. ഇവനൊന്നും വേണ്ട. നമുക്ക് വേറൊരു ലീവ് അടിച്ചത് നമുക്ക് വേറൊരു സർവർ കയറാം ഗൈസ്. ഒട്ടും ലെവലില്ലാത്ത ആൾക്കാരെല്ലാം നമുക്ക് മതി. അപ്പം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ഇടണം. പിന്നെ നിങ്ങളുടെ യൂസർ നെയിമും താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ യൂസർ നെയിം ഞാൻ കമൻറ്റ് താഴെ ഇട്ടേക്കാം. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഈ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റും ഗൈസ്. ഇത് റൈവൽസിൻ്റെ പാർട്ട് 3 or 4 എന്തുകൊണ്ടാണ്. ഇപ്പം തന്നെ 4 മിനിറ്റായി, നമ്മൾ ഒരു മാച്ച് പോലും കളിച്ചില്ല. ഇത് ആ സെയിം സർവർ തന്നെയാണ് ഗൈസ്. നമുക്ക് ലീവ് അടിച്ചിട്ട് വേറെ സർവറിൽ കയറാം. ഇതിങ്ങനെ എടുത്തിട്ട്
ജോയിൻ കണക്ഷൻസ് കൊടുക്കുക. എന്തേ ശിവന്മാർക്കൊക്കെ എന്തിനാ പ്രൈവറ്റ് സെർവർ ഇതിൽ? റൈവൽസിൽ എന്തിനാ പ്രൈവറ്റ് സെർവർ? റൈവൽസിൽ പ്രൈവറ്റ് സെർവർ വേണം. നമുക്ക് ഈ സെർവറിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കൂട്ടുകാരൻ്റെ അവനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ചാനൽ. അവൻ്റെ പേര് അദീൽ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മീൻസ് എന്നോട് കുറേ പേര് പറഞ്ഞു എങ്ങനെയെങ്കിലും ബ്രോ സ്നൈപ്പർ എടുക്കാൻ. അയ്യോ 63 ലെവലാണ് വേണ്ട. നമുക്ക് ഈ വെപ്പണ്ട് ഷോർട്ട് ഗണ്ണ് ഗ്രാപ്പ് ഓക്കെ ഇത് കൊള്ളാം. ഫിനിഷർ കേസ് ഇത് മതി. ആരെങ്കിലും വരണമല്ലോ. ചെറിയ ലെവലൊന്നും ഇല്ലേ ഇവിടെ? 59 എല്ലാം 1 ലെവലുള്ളവന്മാരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ 2v2 ചെയ്യാം. 2v2 വരട്ടെ. പക്ഷെ ആൾക്കാർ വരുമെന്ന് തോന്നുന്നു. 2v2 അപ്പോൾ ഒരുത്തം വന്നിട്ടുണ്ട്. സെൻറ്റർ ടീമിൽ ഒരുത്തം വന്നിട്ടുണ്ട്. ഇല്ല അത് പറ്റില്ല കേട്ടോ, അത് പറ്റത്തില്ല. സെൻറ്റർ ടീമിൽ 90 ഇല്ല വേണ്ട ഈ സമര പോട്ടെ. കാരണം അവൻ 90 ലെവലുള്ള, അപ്പുറത്ത് 105 ലെവലാണ് മീസ്. നമുക്ക് ഇല്ല ഈ അവർ റെഡി കൊടുത്തെന്ന് തോന്നുന്നു. ഒരാളും കൂടെ ഏത് ന്യൂ വന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോഴേ റെഡി കൊടുക്കാം. പക്ഷേ ഒരുത്തനൂടെ വരട്ടെ. നമുക്കൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും വരുന്നുണ്ടോ? നമ്മുടെ ടീം ഇവിടുത്തെ പേടിച്ചു പോയി. ഇല്ല നമ്മുടെ ടീമിൽ 121 ലെവൽ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ആരേനെ മാറ്റി വേറെ വല്ല ലെവലും വേറെ വല്ല മാപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാൻഡ് ബോക്സ് കളിച്ച് നോക്കാം. ഡൈമെൻഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ക്രോസ് ബോ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ RPG കാണിച്ചു തരാം. പക്ഷേ ക്രോസ് ബോ എന്ന് പറയുന്നത് ഏകദേശം സ്നൈപ്പർ പോലെ തന്നെയാണ്. സ്കോപ്പൊക്കെ ഉണ്ട്. ക്രോസ് ബോയും കൊള്ളാം. ക്രോസ് ബോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ദിവസം അവിടെ മണ്ടയ്ക്ക് എടുത്ത് നിൽപ്പുണ്ട്. നമുക്ക് അവനെ എങ്ങനെയാലും അയ്യോ ഞാൻ അത് കണ്ടില്ല. അവർ നൂബാന്ന് തോന്നുന്നു. ഇനി ഒരു 29 നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ലല്ലേ സ്മോക്ക് ഇട്ടാൽ. അതാണൊരു പ്രശ്നം. സ്മോക്ക് ഇട്ടാൽ നമുക്കും കാണാൻ പറ്റത്തില്ല, അവർക്കും കാണാൻ പറ്റത്തില്ല. ഇവൻ്റെ മണ്ടയ്ക്കോട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇത്തവണ ക്രോസ് ബോ എടുക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ തന്നെ ഔട്ടായി. ഇപ്പം 40 മറ്റവർ ലീവ് അടിച്ചു. മറ്റൊരുത്തൻ ലീവ് അടിച്ച് 2 പേര് ലീവ് അടിച്ചു. ഇതും ഇൻസഫിഷ്യൻറ്റ് അതുപോലെ അല്ല. നമുക്കൊരു മിസ്റ്റേക്ക് കിട്ടി. അപ്പോൾ അത് കൂട്ടി. ഇനി നമുക്ക് അതും കൂട്ടണം. ഇനി നമുക്ക് 2 ഇതുകൂടെ കിട്ടിയാൽ നമ്മൾ ജയിക്കും. 2 ഇതും കൂടെ കിട്ടിയാൽ നമ്മുടെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആവും. 3 മിസ്റ്റേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേസ്. 208 ലെവലുള്ളതാണ് നമ്മുടെ ടീം. സാമി റൈവൽസ് കളിക്കുന്നു. നമുക്ക് സ്പ്ലാഷ് കൊടുക്കും. സ്പ്ലാഷ് കൺസ്ട്രക്ഷനാണ് ഈ സംഭവം. നമുക്ക് ക്രോസ് ബോ തന്നെ ഉപയോഗിക്കാം. ക്രോസ് ബോ, സ്പ്രേ, ചെയിൻസോ, സ്മോക്ക് ഗ്രനേഡ്. മാപ്പ് ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ മാപ്പും അടുത്ത വീഡിയോയിൽ നമ്മൾ എല്ലാ മാപ്പും ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ അവിടുത്തെ ലീവ് അടിച്ചു. കയറിയപ്പോൾ തന്നെ ഒരുത്ത ലീവ് അടിച്ചു. ഇവനൊക്കെ എന്തിനാണ് കളിക്കുന്നത്? പിന്നെ കയറിയപ്പോൾ തന്നെ ലീവ് അടിക്കാനാണെങ്കിൽ കൊണ്ടില്ല. എൻ്റെ ടീം ഏരിയ പക്കയാണ്. ഒറ്റടിക്ക് വന്നോളൂ. നമ്മൾ ചുമ്മാ സഹായിച്ചാൽ മതി. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അവനെയും കൊന്ന് എന്നെയും കൊന്ന് ഇവ ഷോ ആണെങ്കിൽ നമുക്കവനെ തീർക്കണ്ട ഗൈസ്. നമുക്കവനെ തീർക്കണം അല്ലേ? നമുക്കവനെ തീർക്കാം ഗൈസ്. എനിക്ക് ഈഗോ അടിച്ചു. എൻ്റെ ഈഗോയിലാണ് തൊട്ട് കളിച്ചത്.
അതെ ഉയ്യോ പക്ഷെ അവ പ്രോയാണ് 100 ലെവലാണെങ്കിലും പ്രോയാണ് നമ്മൾ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ സോൺ എന്തിയോ വൈസ് നമ്മുടെ ടീമിനെ ഡെഡാക്കി അയ്യോ നമ്മുടെ ടീമിനെ ഡെഡാക്കിയിട്ട് എൻ്റെ അമ്മ ഇവൻ ഭയങ്കര പ്രോയാണ് ഗൈസ് നമുക്ക് RPG എടുക്കാം ഗൈസ് ഏതെങ്കിലുമൊക്കെ പോട്ടെ നമുക്ക് RPG മാത്രം മതി ഗൈസ് ഇത്തവണ നമ്മൾ ഈ റൗണ്ട് നമ്മൾ എടുക്കും അല്ലെങ്കിൽ എൻ്റെ വിൻ സ്ട്രീക്ക് അയ്യോ പോയി ഗൈസ് പോയി ഇല്ല ഭാഗ്യം അമ്മ ഇപ്പം തീർന്ന ഗൈസ് എൻ്റെ ടീം വാഴയാണോ ഗൈസ് എൻ്റെ ടീമിന് കളിക്കാൻ ഗൈസ് ഇവ പിന്നെ എങ്ങനെ ഇത്ര 208 ലെവലൊക്കെ ആയത് ഗൈസ് അപ്പോൾ നമ്മുടെ വിൻ സ്ട്രീക്ക് പോയി ഗൈസ് നമ്മുടെ വിൻ സ്ട്രീക്ക് പോയി ഗൈസ് തീർന്നു ഗൈസ് അവൻ ഡാൻസും കളിക്കുന്നു ഗൈസ് നമ്മൾ കളി തൊട്ട് ഗൈസ് ഈ എന്തിനാണ് എനിക്ക് വാഴ കളിക്കാൻ വാഴ എന്തിനാണ് ഇവനൊക്കെ ടീമിൽ കിട്ടിയത് തീർന്നു അവൻ എലിമിനേറ്റ് ആയില്ല അത് നമ്മളെ ഫ്രീസാക്കി ഒരു റൗണ്ട് അങ്ങനെ ജയിച്ച് ഗൈസ് അയ്യോ ഒരു റൗണ്ടെങ്കിലും ജയിച്ചല്ലോടാ നീ ഇനിയും കിടക്കണം ഒരു മിനിസ്റ്റേക്കും കൂടെ വേണം ലീവ് അടിച്ചോടാ നീ ലീവ് അടിച്ചെന്ന് തോന്നുന്നു ഇല്ല ഭാഗ്യം അമ്മോ നമ്മൾ 50 ഡാമേജ് കൊടുത്തു 50 കൊടുത്തു ഗൈസ് അവൻ എൻ്റെ ടീംമേറ്റിനെ കൊന്നു ഗൈസ് നമ്മൾ തോറ്റ് എൻ്റെ വിൻ സ്ട്രീക്ക് പോയി ഗൈസ് നമ്മൾ ലീവ് അടിച്ചാലും കാര്യമില്ല നമ്മുടെ വിൻ സ്ട്രീക്ക് പോവും ഗൈസ് ഈ ഞാൻ പറയുന്നില്ല ഗൈസ് വാഴ കാണ്ട ചുമ്മാ ഇവിടുന്ന് RPG വിടാം അതേ പറ്റത്തുള്ളൂ ഗൈസ് എടാ ഇവൻ കളി പഠിച്ചല്ലോ നമ്മൾ ഇതുവരെ അവനെ ആക്കിയിട്ടില്ല ഗൈസ് അവനെ ഡാൻസ് കളിക്കുന്നു ഗൈസ് അവൻ പോകുന്നുണ്ട് നമുക്ക് അവൻ്റെ പുറകെ പോയി അവനെ സഹായിക്കാം എൻ്റെ അമ്മ എനിക്ക് കിട്ടി ഗൈസ് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടി സംഭവം ഹെൽമെറ്റൊക്കെ ഗൈസ് എനിക്ക് തോന്നുന്നു ഇവൻ ലാസ്റ്റ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു അതെ ഗൈസ് അവൻ ഡാൻസ് കളിക്കുന്നുണ്ടോ ഇപ്പം സോറി കേട്ടോ ഞാൻ നിന്നെ വാഴൊന്നും പിടിച്ചിട്ടില്ല ഗൈസ് നമ്മുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ പോകത്തില്ല ഗൈസ് ലാസ്റ്റ് നിമിഷത്തിൽ അവൻ പിടിച്ചു കയറാനുള്ള പരിപാടിയാണ് ഇതെനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഒറ്റയ്ക്കാണേലും അവൻ പിടിച്ചു കയറുമായിരിക്കുമല്ലേ അവൻ ഡെഡാകാൻ പാടില്ല അവൻ ഡെഡായ നമ്മുടെ ടീം നമുക്ക് എയിം ചെയ്ത് ഒറ്റ വിടൽ അവനാണ് ഒരു റൗണ്ടൂടെ ഇത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇതുള്ളതുകൊണ്ട് സഡൻ ഡെത്ത് എന്നായിരിക്കും സഡൻ ഡെത്ത് എന്നാണ് നമ്മൾ ജയിച്ചു ഫൈനലി നമ്മൾ ജയിച്ചു ഗൈസ് ഇവൻ സീനാണ് ഗൈസ് എൻ്റെ അമ്മ ഗൈസ് പോളി അടിപൊളി കളിയായിരുന്നു നമ്മൾ തോക്കുമെന്ന് വിചാരിച്ച സമയം നമ്മളെ ജയിപ്പിച്ചു ഗൈസ് അയ്യോ ഗൈസ് നമ്മളിപ്പോൾ പൊട്ടാണ് ഗൈസ് നമുക്കിപ്പോൾ 7 മിനിസ്റ്റേക്കായി 1 മിനിസ്റ്റേക്കും കൂടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ചാലഞ്ച് തീരും ഗൈസ് മൊത്തം 157 അങ്ങനത്തെ ലെവലുള്ളവന്മാരാണ് ഗൈസ് നമുക്ക് ചെറിയ ലെവലുള്ളവന്മാരും എല്ലാം മതി അല്ലേ നമുക്ക് നേരത്തെ പോലെ 2v2 മതി
2v2 ആണ്. പി സി പ്ലെയർ പി സിയോ കമ്പ്യൂട്ടറാണ്. ആ പ്ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇവൻ്റെ ഡി 47 ലെവലോളം വന്നിട്ടുണ്ട്. സംഭവം 125. നമുക്ക് ഈ മാപ്പ് എടുക്കാം. എന്നാൽ നമുക്ക് റാൻഡം. ഓക്കെ, നമുക്ക് ഡോഗ്സ് എന്ന് പറയുന്ന മാപ്പാണ്. ഇതിലേറ്റവും നല്ലത് ക്രോസ് ബോ ആണെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ഒരു റൗണ്ട് ക്രോസ് ബോയ്ക്ക് ചാൻസ് കൊടുക്കാം. അടുത്ത റൗണ്ട് നമുക്ക് RPG ചാൻസ് കൊടുക്കാം. ട്രാൻസംസ്. ഇപ്പോൾ ഈ വീഡിയോ ലോങ് ആണെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ 15 മിനിറ്റ് ആയി. ഇതുപോലെ കാണാം. നമുക്ക് സ്കോപ്പ് ഇട്ടാണ് ഓടിക്കണം. ഓ ഗൈസ് അവൻ റെഡായി. ഇവൻ്റെ ആനിമേഷനൊക്കെ അടിപൊളിയാണ്. അവൻ്റെ തലയല്ല ഇവൻ്റെ ആനിമേഷൻ കൊള്ളാലോ. ഗൈസ് നമുക്ക് സൂപ്പർ ഡിമേറ്റിനാണ് ഈ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു റൗണ്ട് കൂടെ ജയിച്ചാൽ നമ്മൾ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിൽ 2 പേര് ലീവ് അടിച്ചു ഗൈസ്. പക്ഷേ മറ്റേ ഇൻവാലിഡ് ആയിരിക്കും. അതെ ഗൈസ്. ഇല്ല ഗൈസ്, നമ്മൾ ജയിച്ചു. ഓ ഗൈസ്, നമുക്ക് 8 വിൻ സ്ട്രൈക്ക് കിട്ടി ഗൈസ്. നമുക്ക് 8 വിൻ സ്ട്രൈക്ക് കിട്ടി ഗൈസ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ നമ്മൾക്ക് ഇന്ന് കിട്ടിയ ചലഞ്ച് 3 2v2 മാച്ച് കളിച്ച് നമ്മളെ 3 അടുപ്പിച്ച് ജയിക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ടോട്ടൽ 8 വിൻ സ്ട്രൈക്കാണ്. ഈ വിൻ സ്ട്രൈക്ക് എനിക്ക് എങ്ങനെ ഒരു 15 വല്ലതും ആക്കണമെന്നാണ്. ഇത് 20 വല്ലതുമാണ്. ഞാൻ റൈവൽസ് കളിക്കുന്നത് നിർത്തും ഗൈസ്. കാരണം അപ്പം നമുക്ക് പിന്നെ ഈ വിൻ സ്ട്രൈക്ക് നമ്മൾ കളിക്കുമ്പോൾ പോകത്തില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും